പിന്നെ ഇവിടുന്ന് ചേട്ടാ സിനിമയിലേക്ക് എങ്ങനെ വന്നേ? സിനിമയിലേക്ക് ശരിക്കും ഞാൻ അഭിനയിക്കാനായിട്ട് വന്നതല്ല. ഞാൻ ഡയറക്ഷൻ, ഞാൻ നാടകത്തിൽ തന്നെ ഞാൻ ഡയറക്ഷനിലായിരുന്നു. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഡയറക്ഷൻ ഫീൽഡിലേക്ക് വരും. 10-26 നാടകത്തോളം ചെയ്തിട്ടുണ്ട്. ഫസഖ് നാടകമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് തന്നെ പറയാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചിത്രരചന എനിക്കുണ്ട്. കൈവെക്കാത്ത മേഖലകളൊന്നുമില്ല. ലോറി പെയിൻറ് ചെയ്തിട്ടുണ്ട്, എന്താണ് കട്ടവണ്ടി വലിക്കാൻ പോയിട്ടുണ്ട്. കാര്യം ഞാൻ അല്പം ഈ സ്മോക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളു. അച്ഛൻ്റെ കാശ് കൊടുത്ത് ഇത് വാങ്ങിക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് ചിലപ്പോൾ കാശില്ലാതെ വരുമ്പോൾ മൈക്കാട് പണിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അതിനൊന്നും ഒരു മടിയില്ല എന്നുള്ളത് തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ പോയിട്ട് ഒക്കെ കാശുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ നാടകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ എന്താ ഈ പരക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെയും ആനനിച്ചേട്ടൻ, ഞാൻ പറയാം എൻ്റെ ജീവിതത്തിലെ അച്ഛൻ്റെ അല്ല അച്ഛൻ്റെയും PJ ആൻ്റണിയുടെയും 2 പോർട്രേറ്റ്സ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഇങ്കിൽ വാഷ് ചെയ്ത് വെച്ചിരുന്നു. അതിൽ അന്നിച്ചേട്ടന് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു താടിയൊക്കെ ഉള്ളതാണ്. അത് തന്നെയല്ല കണ്ണ് പൂച്ചക്കണ്ണ. അപ്പോൾ ഈ പൂച്ചക്കണ്ണ് വരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതും ഇന്ത്യൻ ഇങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അങ്ങനെ വരച്ച് വെച്ചത്. അപ്പോൾ KG ജോർജ് അച്ഛനെ ഇരകൾ സിനിമയിലേക്ക് വിളിക്കാനായിട്ട് എറണാകുളത്ത് ഞങ്ങളുടെ വീട്ടിൽ വരുന്നു. ഞാൻ ഇല്ല. അപ്പോൾ ഈ പടം ഇരിപ്പുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഈ കഥാപാത്രം എല്ലാം പറഞ്ഞ് അച്ഛനത് ഭയങ്കര കഥാപാത്രം. ആനിച്ചേട്ടൻ ജോർജ് സാറിനും അച്ഛനും അത് ഭയങ്കര ഒരു ഇതുള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ ഈ പടം കണ്ടു. അപ്പോൾ ജോർജ് സാർ ആർട്ടിസ്റ്റാണ്. ജോർജ് സാർ ലോറി പെയിൻറ്ററും ഒക്കെ ഭയങ്കര ആർട്ടിസ്റ്റ്, നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജോർജ് സാർ ഇങ്ങനെ ചോദിച്ചു, ആരാ അത് വരച്ചത് ഇത് ചോദിച്ചു. അവർ നമ്മൾ മോനാ ഷമ്മിയാണ്. കൊള്ളാം. എന്നിട്ട് ഇത്ര പറഞ്ഞുള്ളൂ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പിന്നെ തുടങ്ങിയപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ ചുമ്മാ ഒരു നമ്പർ അച്ഛൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അച്ഛനടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അച്ഛൻ്റെ ആഗ്രഹത്തിൽ വെച്ചിട്ടാണ്. ആശാൻ്റെ കൂടെ വർക്ക് ചെയ്താൽ കൊള്ളാമെന്ന് അവന് ആഗ്രഹമുണ്ടെന്ന് അച്ഛൻ്റെ സത്യം ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ്റെ തന്നെ കാര്യം ഞാൻ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഇനി കുറച്ചും കൂടി സിനിമ പഠിക്കാനായിട്ട് ജോർജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് നന്നായിരിക്കും എന്നുള്ള തോന്നൽ അച്ഛനിലുണ്ടായതുകൊണ്ടായിരിക്കാം അച്ഛനായിട്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല എന്നോട് അങ്ങനെ പറയണമെന്നൊന്നും. അപ്പം അങ്ങനെ ജോർജ് സാറിനോട് പറഞ്ഞു ഇങ്ങനെ ആശാനോട് വർക്ക് ചെയ്യണമെന്ന്. അങ്ങോട്ട് വിട്ടേരെ എന്ന് പറഞ്ഞാൽ അത്രേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് ഇരകൾ ഷൂട്ടിങ്ങിന് ഞാൻ ചെല്ലുന്നു. ഒരു 3 ദിവസം 4 ദിവസം മറ്റേ കഴിഞ്ഞിട്ടാണ് ഞാൻ ചെന്നത്. ഡേറ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു. ഷൂട്ടിങ് തുടങ്ങിയിട്ടില്ല. അപ്പോഴത്തേക്ക് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും വീതിച്ചു കൊടുത്തു കഴിഞ്ഞു. ഈ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് പല സെക്ഷനായിട്ടാണല്ലോ. ഇപ്പോൾ ഒരാൾക്ക് ക്ലാപ്പ് ഉണ്ടാവും, സ്ക്രിപ്റ്റ്, കോസ്റ്റ്, അങ്ങനെ ഏറെ സെക്ഷനാണ്. അപ്പോൾ അങ്ങനെ എന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് എന്താ ലേറ്റായി പോയത് പറഞ്ഞു. ഇന്ന പോലെ വേറെ എന്തോ ഒരു കാര്യമൊക്കെ അന്നേരം കള്ളെന്തോ പറഞ്ഞു. അടുത്ത പടം ചെയ്യാം, ഇപ്പോൾ പോയിട്ട് പൊക്കോളാം. തിരിച്ചിറങ്ങണമെന്ന് ഞാൻ താഴെ വന്നപ്പോൾ ലത്തീഫ് ഖായ അറിയോ? അവരുടെ താടി ലത്തീഫ് ഖാ ഓടി വന്നിട്ട് ഷമ്മിങ് വന്നേ. അപ്പോൾ ഞാൻ ചെന്നു. എനിക്ക് ഒരു ചെറിയ വേഷം അഭിനയിക്കാമോ? അപ്പോൾ വിളിച്ചിട്ട് അത് റാഗിങ് ഒരു സീനുണ്ട് ഇരകളിൽ, പടത്തുടക്കം. അതിൽ ഗണേശൻ ആ പയ്യനെ കൊല്ലുന്നത് അവിടെ നിന്നാണ് ആ ഇഷ്യൂ തുടങ്ങുന്നത്. ആ റാഗിങ് ലീഡ് ചെയ്യുന്ന ലീഡർ ഞാനാണ്. അങ്ങനെ ആ വേഷം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചത്. അന്നേരവും ശരിക്കും പറഞ്ഞാൽ അഭിനേതാവായിട്ട് ഞാൻ പോയിട്ടില്ല. അതിനുശേഷം പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കുറേ പടങ്ങൾ ചെയ്തിരുന്നു. ജാതകം, ചാണക്യൻ, പിന്നെ നവോദയയുടെ തന്നെ, പിന്നെ ഈ പറഞ്ഞ പോലെ നവോദയയുടെ ഒരു സ്റ്റാഫിനെ പോലായി. മൈഡിയ കുട്ടിച്ചാത്തൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ എന്താണ് കടത്തനാടൻ നമ്പാടി അവരുടെ എല്ലാം അവർ ഏറ്റെടുത്ത് ചെയ്തതാണ്, കോടതി ചെയ്യിച്ചതാണ്. എങ്കിലും അതൊന്നും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരുമായിട്ടൊരു ഭയങ്കര, എനിക്ക് എന്തോ നവോദയ എൻ്റെ ഒരു ജീവിതത്തിൽ ഭയങ്കര, അപ്പച്ചൻ സാർ ഭയങ്കര ഒരു ജീവിതത്തിൽ എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. വെച്ചാൽ സാമ്പത്തികത്തിനേക്കാൾ ഉപരി നമുക്ക് അറിവ് തരിക എന്ന് പറയുന്നത് വലിയ, ഞാൻ പറയുന്ന ഏറ്റവും കൂടുതൽ സമ്പാദ്യമായിട്ട് കാണുന്ന അറിവ് തന്നെയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതേപോലെ ഇപ്പം നമ്മൾ സംസാരിച്ച പേര് ഈ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ഒരുപാട് പേരെ പറയുന്നതിലും ഒക്കെ ഇപ്പം KG സാറിനെ പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ വോയിസിൽ തന്നെയാണ് പറയുന്നത്. ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ ചേട്ടാ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരെയും ഇങ്ങനെ കീനായിട്ട് വാച്ച് ചെയ്തേച്ചാണോ ഈ ഡബിംഗ്? അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ കുഴപ്പം. അപ്പൊ ഞാൻ ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലേ കടത്തനാട് അമ്പാടിയിലെ നസീർ സാറിന് വേണ്ടി ചെയ്തതെന്ന്. അത് ശരിക്കും ആ ഒരു ഓഫർ വന്നത് എങ്ങനെയാ? ചേട്ടന് കറക്റ്റ് ആ വോയിസ് വരുന്നുണ്ടാണോ അതോ ജയറാമേട്ടനായിരുന്നോ കൂടുതലും മിമിക് ചെയ്യാൻ? അല്ലല്ല, അതിനകത്ത് കാര്യമുണ്ട്. ഞാൻ ഈ ഇതെന്ന് പറയുന്നത് ഈ കടത്തനാടൻ അമ്പാടി സിനിമ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു
കോർട്ട് പ്രൊസീഡിങ്സിൽ പെടുന്ന ഒരു സിനിമയായിരുന്നു. കോടതി ഏറ്റെടുത്തിട്ട് നവോദയ ഏൽപ്പിച്ചിട്ട് നവോദയ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പണിയെല്ലാം തീർത്ത് പടമിറക്കി ആ ഫണ്ട് നിന്ന് കിട്ടുന്ന ഫണ്ട് ഈ പറയുന്ന അതിനകത്ത് നിക്ഷേപകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തതായിരുന്നു. പക്ഷെ അത് സക്സസ് ആയില്ല അതുപോലെ. പക്ഷെ അന്നേരം ഈ പറഞ്ഞ പോലെ കുറേ നൂലാമാലകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ഈ നസീർ സാറിൻ്റെ ശബ്ദമില്ല അങ്ങനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്ന് കുറേ മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ ലാസ്റ്റ് ജയറാമിനെ ഫിക്സ് ചെയ്തു. അപ്പോൾ അതിന് മുമ്പ് അത് മാത്രമല്ല, സ്ക്രിപ്റ്റ് ഇല്ല. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ, ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതെ എങ്ങനെ ഇത് ഡബ് ചെയ്യും? അതും ഇപ്പം നമ്മളൊക്കെ നമ്മൾക്ക് സാധാരണ അഭിനയിച്ച പടം എന്ന് പറഞ്ഞാൽ ഒരു 30 ദിവസത്തിനുള്ളിൽ തന്നെ ഡബ്ബിങ് തീർക്കും. പിന്നെ ഇത് 5 വർഷത്തിന് മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. അതിൽ എഴുതിയ ശാരംഗപാണി സാറ് പോലും വന്ന് കണ്ടിട്ട് അതിൻ്റെ എന്താ ഡയലോഗ് എന്ന് പുള്ളിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് വായി നോക്കിയിരുന്ന് ഓരോന്നിട്ട് അത് ഉഗ്രം കോമഡി. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നങ്ങ് ഈ പറഞ്ഞ എപ്പിസോഡൊക്കെ തീരുമില്ല. അതിനകത്തൊരു സീക്വൻസ് തന്നെ ഞങ്ങൾ മാറ്റി എഴുതിയിട്ട് ആ ഒറിജിനൽ കേട്ടപ്പോൾ അന്തം വിട്ടുപോയി. അങ്ങനെ വരെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര അനുഭവങ്ങളാണെന്നേ. കൊച്ചിൻ ഇനീഫ ചേട്ടനും വേറെ ഒരാളും കൂടെ സി പോൾ ചേട്ടനും കൂടെ ഒരാളെ കുത്തി കൊല്ലുന്നുണ്ട്, വാള് വെച്ച് ഇങ്ങനെ കുത്തി കൊല്ലുന്നു. അപ്പോൾ നമുക്ക് ഈ ആക്ഷൻ മാത്രമേ ഉള്ളൂ. ശബ്ദമില്ലാതെ പിക്ചർ മാത്രം കാണുമ്പോൾ നമുക്ക് ഒന്നാമത് നമ്മളതിനകത്ത് ഷൂട്ടിങ്ങിന് ഇൻവോൾവ് അല്ല, ആരും ഇൻവോൾവ് അല്ല, ഒന്നും അറിയില്ല. ഈ ഷോട്ട് ജീവിതത്തിൽ ആദ്യം കാണുന്ന ഇതാണ്. അങ്ങനെ ഇതിങ്ങനെ ലൂപ്പ് ചെയ്ത് പോവുക. ഒരു ഷോട്ട് തന്നെ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക, നോ സൗണ്ട്. ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും നിൽക്കുകയാണ്, എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒരുത്തൻ പോലും 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 എഴുതി പോലും പോലും അങ്ങനെ പോലും എഴുതി വെച്ചു. അല്ല ഇപ്പോൾ ഒരു ശ്രദ്ധിച്ചോണം കേട്ടോ, പോലും എഴുതി വെച്ചു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി ജോത്സ്യനാണ് പോലും എന്നില്ല. ജോത്സ്യനാണോ അത് കണ്ടിട്ട് ജോത്സ്യനെ പോലെ തോന്നുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവിടുന്ന് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ യെസ്, ഇയാൾ കതിരൂരി കൂടെ വഴി നടന്നൊന്ന് ചോദിച്ചില്ല. കേസ് കറക്റ്റ്. കതിരൂരി കൂടെ വഴി നടന്നു ചോദിക്കാത്തതിന് കുത്തിക്കൊല്ലുകയാണ്. ഞങ്ങളത് കംപ്ലീറ്റ് ഡബ് ചെയ്തു. കുറച്ചൊക്കെ നമ്മൾ ഡയലോഗ് എഴുതി ഉണ്ടാക്കി മാച്ച് ചെയ്ത് സീൻ കംപ്ലീറ്റ് ഡബ് ചെയ്തു. അങ്ങനെ അത് മദ്രാസിൽ ചെന്നു. ഞാൻ നസീർ സാറിന് വേണ്ടി ഞാൻ മദ്രാസിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഈ കൊല്ലുന്ന ആളില്ലേ, മരിക്കുന്ന ആൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അഭിനയിച്ചത് ഒരിക്കലും മറക്കത്തില്ലല്ലോ. അവർ ജീവിതത്തിൽ അവരുടെ വലിയ ഇതായിട്ടില്ല. അവൻ അവിടെ മദ്രാസിൽ ഇത് കാണാനായിട്ട് അവിടെ സെറ്റ് വന്നപ്പോഴത്തേക്ക് ആരോ ചോദിച്ചു, നിന്നെ എന്തിനാണെന്ന് കൊല്ലുന്നത്? ആക്ച്വലി ഞാനൊരു ജോത്സ്യനാണ്, ഞാൻ ഒരു കതിരൂര് മുടിയൂന്ന് പ്രവചിച്ചിട്ടുണ്ട്, അതിനാണ് എന്നെ കൊല്ലുന്നത്. അപ്പം ശരിക്കും ഡയലോഗ് എന്താണ്? ചോദിച്ചില്ല പോലും എന്നാണ് ഞങ്ങൾ ഡബ് ചെയ്തിരിക്കുന്നത്. ചോദിച്ചില്ല പോലും, ജോത്സ്യനാണ് പോലും. വല്ല വ്യത്യാസമുണ്ടോ? നിങ്ങൾ ലിപ്പ് നോക്ക്. ചോദിച്ചില്ല പോലും, ജോത്സ്യനാണ് പോലും, ഒരു വ്യത്യാസമില്ല. ശബ്ദം മ്യൂട്ട് ചെയ്തിട്ട് ഓൺലി ലിപ്പ് നോക്ക്, എല്ലാം ഒന്നാണ്. അപ്പൊ അങ്ങനെ വെച്ച് സബ്ജക്റ്റ് ഫുള്ള് ഡബ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് ജോത്സ്യനാണ് പോലും വെച്ച് രണ്ടാമത് ഡബ്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അനുഭവമല്ലേ? അങ്ങനെയൊക്കെയാണ്. അത് പറയാം. അതിൽ നസീർ സാറിൻ്റെ ഒത്തിരി നല്ല പോർഷൻസ് ഉണ്ട്. അതിൽ അത് വെച്ചാൽ ഈ നസീർ സാറിൻ്റെ ഏറ്റവും വലിയ വെച്ചാൽ ഈ സാധാരണ പറയുന്ന മിമിക്രിക്കൊക്കെ നമ്മൾ പറയാറില്ലേ, മണ്ടിപ്പെണ്ണി അങ്ങനത്തെ ആ ശബ്ദം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു രീതിയല്ല പുള്ളി അഭിനയിച്ചിരിക്കുന്നതിനകത്ത്. ഇതിനകത്ത് കൂടുതൽ സെൻറ്റിമെൻറ്റ്സ്, അതുപോലെ വൈകാരിക അങ്ങനത്തെ തലങ്ങളിലുള്ള ഒത്തിരി പ്രകടനങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അതിനകത്ത് മോള് മരിച്ചു കിടക്കുന്ന ഒരു സീനുണ്ട്. അതിൽ പുള്ളി വന്നിട്ട് പറയും, അല്ല അതിന് മുമ്പുള്ളതാണ് നല്ല ഡയലോഗ്. നസീർ സാറിൻ്റെ ഫുൾ സ്റ്റൈലൈസേഷനുള്ള ഡയലോഗ്. പൊന്നമ്മ ചേച്ചി വന്നിട്ട് ലാലേട്ടനെ അമ്പാടി ഇയാളോട്ട് അംഗം കുറിച്ചു എന്ന് പറയുമ്പോഴത്തേ ഗുരുക്കളെ അരുത് എന്ന് പറഞ്ഞിട്ട് പൊന്നമ്മ ചേച്ചി വരുന്ന സീനുണ്ട്. അതിൽ കുങ്കി എന്നാണ് പൊന്നമ്മ ചേച്ചിയുടെ പേര്. അപ്പം പൊന്നമ്മ ചേച്ചിയുടെ പറയും, കുങ്കി, ഈ കൈകളിൽ കിടന്നാണ് അവൻ വളർന്നത്, ഈ നെഞ്ചിലാണ് അവൻ കുത്തിയത്. പണ്ട് അവനെൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടപ്പോൾ ശരിക്ക് വേദനിക്കില്ലായിരുന്നു, പക്ഷേ ഇന്ന് അവനെൻ്റെ ചങ്കിലാണ് കുത്തിയത്. എൻ്റെ എല്ലാമായിരുന്ന എൻ്റെ പൊന്നുമോളുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ, ഈ പയ്യപ്പള്ളി തറവാട്ടിൽ ഇവിടെ കളങ്കപ്പാട് മായ്ക്കണമെങ്കിൽ ശരിക്കും അവളെ ചതിച്ചവൻ്റെ ചോര കിട്ടിയേ. ഈ ഒരു തേങ്ങലാണ് എൻ്റെ കണ്ണീ നിറച്ചിലുണ്ടല്ലോ, അതന്നുണ്ടായിരുന്നു. ആ ഇൻവോൾവ്മെന്റ് ആണ് ആവശ്യം. അങ്ങനെ എൻ്റെ കണ്ണ് നിറഞ്ഞാൽ അത് സത്യമാണ്.